പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരെ, കടയ്ക്കൽ മണ്ഡലത്തിലെ CPIയുടെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന നിരവധി ആളുകളാണ് ഇന്നത്തെ ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. JCNL കൂടാതെ CPIയുടെ കടയ്ക്കൽ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്ന കടയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റുമെല്ലാമായ P. പ്രതാപൻ, കണ്ണങ്കോട് സുധാകരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ മണ്ഡലത്തിലെ ഏറ്റവും സീനിയറായ പാർട്ടി ഘടകങ്ങളിൽ ഉണ്ടായിരുന്ന നേതാവാണ്. പാർട്ടിയുടെ ബഹുജന പ്രസ്ഥാനമായിട്ടുള്ള അഖിലേന്ത്യാ കിസാൻ സഭയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് നിലവിൽ. P. ബാബു കടയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗം മാത്രമല്ല, പാർട്ടിയുടെ സീനിയർ നേതാവും കഴിഞ്ഞ തവണ പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്ന ഇപ്പോൾ മണ്ഡലം കമ്മിറ്റി അംഗവുമാണ്. GS പ്രിജിലാല് പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് കൗൺസിലിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുകയാണ്. സുധിൻ കടയ്ക്കൽ പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി അംഗവും കടയ്ക്കൽ LC സെക്രട്ടറിയും ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമാണ്. കേരള മഹിളാ സംഘത്തിന്റെ മണ്ഡലം സെക്രട്ടറി, കുമ്മിൾ ഗ്രാമപഞ്ചായത്ത് അംഗവും പാർട്ടി മണ്ഡലം കമ്മിറ്റി അംഗവുമായ P. രജിതകുമാരി ഈ രാജിവെക്കുന്ന നേതൃത്വത്തിൽ ഉൾപ്പെടുന്നയാളാണ്. ഇവിടെ മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ EV ജയപാലൻ, കുമ്മിളത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്, പാർട്ടിയുടെ മുതിർന്ന നേതാവാണ്. തുടയന്നൂരത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി R. രമേശ് AIVFന്റെ നേതാവും മുൻ ജില്ലാ കമ്മിറ്റി അംഗവുമാണ്, ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. CP ജസിൻ പാർട്ടിയുടെ ദീർഘകാലം മടത്തറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ഇപ്പോൾ മണ്ഡലം കമ്മിറ്റി അംഗവും ചിതറ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റുമാണ്. ഓമനക്കുട്ടൻ ദീർഘകാലം ഇട്ടിവ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ജനപ്രതിനിധിയായിരുന്നയാളാണ്, ഇപ്പോൾ പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി അംഗമാണ്. പാർട്ടി വിടുന്ന 10 മണ്ഡലം കമ്മിറ്റി അംഗങ്ങളിൽ 8 മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ ഇപ്പോൾ യോഗത്തിൽ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 2 പേർ ഇവിടെ വന്നിട്ട് പോയവരാണ്, അവർക്ക് ഒഴിവാക്കാനാവാത്ത ചില അസൗകര്യങ്ങളുണ്ട്. പാർട്ടിയുടെ ലോക്കൽ തലത്തിലെ നേതാക്കളായിട്ടുള്ള S. ശിവദാസ് ആൽത്തറമൂട്, ഷാനവാസ് ഖാൻ മടത്തറ, G. രാജീവ്, രാകേഷ് ശർമ്മ തുടങ്ങിയവർ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദീർഘകാലം തുടയന്നൂരത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, കഴിഞ്ഞ 2 തവണ പാർട്ടി മണ്ഡലം കമ്മിറ്റി അംഗവുമായിരുന്ന PG ഹരിലാൽ തുടയന്നൂര് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഉണ്ടെങ്കിലും ഞങ്ങളെല്ലാം വളരെ കടുത്ത ഹൃദയവേദനയോടുകൂടിയാണ് ഇത്തരം ഒരു വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. കടയ്ക്കൽ മണ്ഡലത്തിലെ പാർട്ടിയുടെ 10 മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ, 8 ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്ന 45 ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ഈ മണ്ഡലത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 48 ബ്രാഞ്ച് സെക്രട്ടറിമാർ, 9 ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഒരാളും 8 പേർ ഗ്രാമപഞ്ചായത്തിന്റെ അംഗങ്ങൾ, അതിൽ വൈസ് പ്രസിഡന്റുണ്ട്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ളവരുണ്ട്. കടയ്ക്കൽ, ചിതറ, തുടയന്നൂർ സർവീസ് സഹകരണ ബാങ്കുകളിലായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 15 സഹകരണ ബാങ്ക് ഡയറക്ടർമാരാണുള്ളത്. അതിൽ 11 സഹകരണ ബാങ്ക് ഡയറക്ടർമാർ ഇപ്പോൾ രാജിവെക്കുകയാണ്. ഈ മണ്ഡലത്തിലെ CPIയുടെ 78 ബ്രാഞ്ചുകളിൽ നിന്നായി, വിവിധ ഘടകങ്ങളിൽ നിന്നായി 700-ലധികം വരുന്ന പാർട്ടി അംഗങ്ങൾ ഞങ്ങൾക്കൊപ്പം ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നുണ്ട്. രാജിവെക്കുന്ന എല്ലാവരും തന്നെ അവരവർ ഉൾപ്പെട്ടിട്ടുള്ള പാർട്ടി ഘടകങ്ങളിലാണ് രാജി സമർപ്പിക്കുന്നതെന്ന് അറിയാം. അതുകൊണ്ട് ആ ഘടകങ്ങൾക്ക് രാജി സമർപ്പിച്ചു വരികയാണ്. ഈ മണ്ഡലത്തിലെ 200-ലധികം പാർട്ടി അനുഭാവികൾ ഈ രാജിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ എണ്ണം അങ്ങനെ തിട്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഇരിക്കുന്ന എല്ലാ മുഖങ്ങളും
ഏറ്റവും അടുത്ത ഏതെങ്കിലും കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്ന് പ്രവർത്തിച്ചു തുടങ്ങിയവരല്ല. ഇവിടെ ഇരിക്കുന്നവരെല്ലാം തന്നെ ദീർഘകാലമായി CPIയിലും അതിൻ്റെ വർഗബഹുജന സംഘടനകളിലും ജനകീയ പ്രസ്ഥാനങ്ങളിലും നേതൃത്വം നൽകി പ്രവർത്തിക്കുന്നവരാണ്. ഞാൻ എൻ്റെ 35 വർഷത്തെ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനം CPIയുടെ സംഘടനാ പ്രവർത്തനമാണ് അവസാനിപ്പിക്കുന്നത്. പൊതുരംഗത്ത്, സഹകരണ മേഖലയിൽ, ഗ്രന്ഥശാല രംഗത്ത്, മറ്റിതര സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ പാർട്ടി പ്രവർത്തനത്തിന് ഒന്നാമത്തെ പരിഗണന നടത്തി ഇതര മേഖലകളിലെല്ലാം പാർട്ടി കൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ സാമാന്യം മെച്ചപ്പെട്ട നിലയിൽ നടപ്പിലാക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും കഴിവും വിനിയോഗിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കൊപ്പം ഇരിക്കുന്ന കണ്ണങ്കോട് സുധാകരൻ 1971 പാർട്ടിയിൽ വന്ന ആളാണ്. 1972 എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിന്റെ 8 വർഷങ്ങൾക്ക് ശേഷം CPI സംഘടിപ്പിച്ചു തുടങ്ങുന്ന സന്ദർഭത്തിൽ ചിതറ പഞ്ചായത്തിൽ ചിതറയിലെ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിയായി പ്രവർത്തനം ആരംഭിച്ചയാളാണ് കണ്ണങ്കോട് സുധാകരൻ. ഞങ്ങളുടെ ഈ കൂട്ടത്തിൽ മാത്രമല്ല, കടയ്ക്കൽ മണ്ഡലത്തിലെ പാർട്ടി ഘടകങ്ങളിൽ ഇത്രയും ദീർഘകാലം, അതായത് നിലവിലും പാർട്ടി രംഗത്ത് പൂർണ്ണസമയ പ്രവർത്തകനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അദ്ദേഹം. 72 മുതൽ 2025 53 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിനും പൊതുപ്രവർത്തനത്തിനുമാണ് അവസാനം കുറിക്കുന്നത്. ചിതറ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ്, ദീർഘകാലം ചിതറ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ്, നിലവിൽ ചടയമംഗലം ബ്ലോക്കിലെ ഏറ്റവും വലിയ ക്ഷീരോത്പാദക സഹകരണ സംഘങ്ങളിൽ ഒന്നാണ് ചിതറ. ആ സംഘത്തിന്റെ പ്രസിഡന്റാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കടയ്ക്കലെ ഏറ്റവും പ്രമുഖനായ നേതാവ് സൗ പി പ്രതാപൻ 1979 പാർട്ടിയിൽ ചേർന്നയാളാണ്. അദ്ദേഹം കഴിഞ്ഞ 50 വർഷത്തോളമായി 45 വർഷമായി പാർട്ടിയുടെ മുഴുവൻ സമയ പ്രവർത്തകനായിരുന്നു. ദീർഘകാലമായി കടയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ്, കിംസാറ്റ് ഗവേഷണിംഗ് കൗൺസിൽ അംഗം, മുൻ പഞ്ചായത്ത് അംഗം എന്നീ നിലകളിലെല്ലാം സാംസ്കാരിക രംഗത്ത് 50 വർഷമായി ഗ്രന്ഥശാല രംഗത്തെ അറിയപ്പെടുന്ന പ്രവർത്തകനാണ്. 1985 വി ബാബുവും EV ജയപാലനും ഈ രാജിവെക്കുന്നവരുടെ കൂട്ടത്തിലുള്ളവർ പാർട്ടിയിൽ ചേരുന്നത്. EV ജയപാലൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല പ്രമുഖ നേതാവായിരുന്ന ശ്രീ വേലായുധൻ അവരുടെ മകനാണ്. വി ബാബു 85 പാർട്ടിയിൽ വന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി, പഞ്ചായത്ത് മെമ്പറാണ്. നിലവിൽ പാർട്ടിയുടെ ഒരുപാട് ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. സർവീസ് സഹകരണ ബാങ്ക് ബോർഡ് മെമ്പറായി പ്രവർത്തിച്ചിട്ടുണ്ട്. EV ജയപാലൻ പാർട്ടിയുടെ ദീർഘകാലമായി കുമ്മിൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. പാർട്ടിയുടെ നേതാവാണ്. കടയ്ക്കൽ ബാങ്ക് ബോർഡ് മെമ്പറും നിലവിൽ തന്നെ കിംസാറ്റ് ഗവേണിംഗ് കൗൺസിൽ അംഗവും നിരവധി ചുമതലകൾ വഹിക്കുന്ന ആളാണ്. GS പ്രജിലാൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. ഞങ്ങളുടെ ഒപ്പം പാർട്ടി വിടുന്നത് കേവലമായി കുറച്ച് പാർട്ടി അംഗങ്ങളല്ല. ഏറ്റവും സവിശേഷമായി ഉള്ളത് ഈ കടയ്ക്കൽ മണ്ഡലം, ചടയമംഗലം നിയോജകമണ്ഡലത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും വലിയ അടിത്തറയുള്ളൊരു മണ്ഡലമാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഇവിടുത്തെ നിയമസഭാ സാമാജികന്മാരായി ഇരുന്നവർ പ്രതിഭാശാലികളായ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാണ്. സഹ വിളിയം ഭാർഗവനും MN ഗോവിന്ദൻ നായരും, സഖാവ് E ചന്ദ്രശേഖരൻ നായരും KR ചന്ദ്രമോഹനും, മുല്ലക്കര രത്നാകരനും E രാജേന്ദ്രനും R ലതാദേവിയും, ഏറ്റവും ഒടുവിൽ ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള സഖാവ് ജയചിഞ്ചുറാണി ഉൾപ്പെടെ ഉള്ളവർ പ്രതിനിധാനം ചെയ്ത മണ്ഡലമാണിത്. CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കേരളത്തിൽ അതിന്റെ സംഘടനാ ഘടകങ്ങൾ രൂപീകരിക്കുന്ന കാലത്ത് മുതൽ തന്നെ ചടയമംഗലം നിയോജകമണ്ഡലത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും പാർട്ടിക്ക് വേരോട്ടമുണ്ട്. അതുകൊണ്ട് വലിയ അടിത്തറയുള്ളൊരു മണ്ഡലമാണ്. ആ അടിത്തറ നിലനിർത്തിയതും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വളർത്തിയതും ഇവിടുത്തെ നൂറുകണക്കിന് പാർട്ടി കുടുംബങ്ങളാണ്. ആ കുടുംബങ്ങളിലെ മൂന്നാമത്തെയും നാലാമത്തെയും തലമുറയിലെ ആളുകളും ഇപ്പോൾ പാർട്ടിയിൽ വർത്തമാനകാലത്ത് പ്രവർത്തന രംഗത്തുണ്ട്. ഞങ്ങളീ ഇരിക്കുന്നവരെല്ലാം തന്നെ പാർട്ടിയുടെ വലിയ പാരമ്പര്യമുള്ള കുടുംബങ്ങളിൽപ്പെടുന്നവരാണ്. ധാരാളം പേരങ്ങനെയുണ്ട്. ഞങ്ങളോടൊപ്പം രാജിവെക്കാത്ത ആളുകളും പാർട്ടി പാരമ്പര്യമുള്ളവരും ഒക്കെ ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനകീയ അടിത്തറ വിപുലമാക്കുന്നതിൽ
ഇവിടെ ഇരിക്കുന്ന നേതാക്കളെല്ലാവരും ഇന്ന് സാന്നിധ്യമില്ലാത്ത ധാരാളം പേരും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളവരായതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് ഉപയോഗിച്ചത്. ഞങ്ങൾക്കെല്ലാം വലിയ ഹൃദയവേദനയുണ്ട്. CPI വിടുന്നു എന്ന് മാധ്യമങ്ങളോട് പറയുമ്പോഴും മറ്റുള്ളവരോട് പറയുമ്പോഴും എല്ലാം തന്നെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പാർട്ടി വിടാനുള്ള കാരണങ്ങൾ ദീർഘനാളുകളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്ത് നിൽക്കുന്ന സംഘടനാപരമായ ഉൾപാർട്ടി പ്രശ്നങ്ങളാണ്. ഒരു സന്ദർഭത്തിലും ആ ഉൾപാർട്ടി തലത്തിലെ പ്രശ്നങ്ങൾ പാർട്ടി അച്ചടക്കത്തെ ലംഘിച്ചുകൊണ്ട് മാധ്യമങ്ങളോടോ പൊതുസമൂഹത്തോടോ പറയാനായി ഞങ്ങൾ ആരും ഇന്നുവരെയും മെനക്കെട്ടിട്ടില്ല. കാരണം ഞങ്ങൾ പാർട്ടി വിടുന്ന ഈ സന്ദർഭം വരെയും പാർട്ടിയുടെ സംഘടനാപരമായ എല്ലാ അച്ചടക്കങ്ങളും പാർട്ടി ഭരണഘടനയിലെ മൂല്യങ്ങളെയും കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇപ്പം തന്നെ ഞങ്ങൾ ഈ പത്രസമ്മേളനം നടത്തുമ്പോഴും അതുകൊണ്ട് വ്യക്തിപരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏതെങ്കിലും നേതാക്കൾക്കെതിരെ ഞങ്ങൾക്ക് ഒരുപാട് ആരോപണങ്ങളും ആക്ഷേപങ്ങളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ കൂട്ടിക്കോളൂ. ഞങ്ങൾ അങ്ങനെയുള്ള ഒരു പരാമർശങ്ങളും നിങ്ങളുമായി പങ്കുവയ്ക്കാനേ ഉദ്ദേശിക്കുന്നില്ല. കൊല്ലം ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ഗുരുതരമായ സംഘടനാ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ആ വസ്തുതയ്ക്ക് നിരവധിയായ പിൻബലമുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അത് പറയാനല്ല നിങ്ങളോട് ഇപ്പോൾ ശ്രമിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കടക്കൽ മണ്ഡലത്തിൽ ഉള്ള നിരവധി സംഘടനാ പ്രശ്നങ്ങളുണ്ട്. ഒരു പാർട്ടിയുടെ സംസ്ഥാനത്തോ ജില്ലയിലോ ഉള്ള ഘടകങ്ങളിൽ രൂപപ്പെട്ടു വരുന്ന വിഭാഗീയ പ്രവർത്തനങ്ങളോ ഗ്രൂപ്പിസമോ അല്ലെങ്കിൽ സംഘടനാ വിഷയങ്ങളോ ഒക്കെ ഉണ്ടായാൽ അത് പരിഹരിക്കുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ എല്ലാ ഘടകങ്ങളിലും ഉയർന്ന ഘടകങ്ങളുടെയും ഔദ്യോഗികമായ ഭാരവാഹികൾക്കും ഘടകങ്ങളുടെ ചുമതലക്കാർക്കും എല്ലാം ഉള്ള ഒരു ബാധ്യതയാണ്. അത്തരത്തില് 2 വർഷമായി ഈ മണ്ഡലത്തിൽ ആരംഭിച്ച സംഘടനാ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ ഉചിതമായ നടപടി സ്വീകരിക്കുവാൻ നമ്മുടെ പാർട്ടിയുടെ ജില്ലാ നേതൃത്വം, ഇന്നത്തെ ജില്ലാ നേതൃത്വം വേണ്ടത്ര ഗൗരവത്തോടുകൂടി അതിനെ കണ്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. കടയ്ക്കലിലെ പാർട്ടി സംഘടന നേരിടുന്ന പ്രശ്നങ്ങൾ ഗുരുതരമായ പ്രതിസന്ധികളൊന്നും അല്ല എന്ന വിലയിരുത്തൽ പാർട്ടി ജില്ലാ നേതൃത്വത്തിന് ഇപ്പോഴും ഉണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളിലൂടെയും മറ്റും ഞങ്ങൾ മനസ്സിലാക്കിയത്. പാർട്ടിയിലെ നിരവധി നേതാക്കന്മാർ ചടയമംഗലം മണ്ഡലവുമായി ബന്ധപ്പെട്ട് സംഘടനാപരമായ ചുമതലയുള്ളവരും പ്രത്യേകമായ ചുമതലയില്ലെങ്കിലും പാർട്ടി സംവിധാനങ്ങൾ ശക്തമായി മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന നിരവധി നേതാക്കൾ പാർട്ടി സംസ്ഥാന തലത്തിലും ഒക്കെ ഉള്ളവർ തന്നെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായി അവരെല്ലാം ആത്മാർത്ഥമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ആ ഇടപെടലുകളെല്ലാം പരാജയപ്പെടുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ സത്യത്തിൽ ആഗ്രഹിച്ചത് ഒരുപാട് കാലമായി, ഞങ്ങളാരും പ്രത്യേകിച്ച് ഏതെങ്കിലും സ്ഥാനങ്ങൾക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തർക്കിച്ചവരേ അല്ല. നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 2 പൊതു തെരഞ്ഞെടുപ്പുകൾ സമാഗതമായിരിക്കുന്ന സന്ദർഭത്തിലാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ദീർഘകാലത്തെ ബന്ധം അവസാനിപ്പിക്കുന്നത്. ജനനേതാക്കന്മാരായി ഔദ്യോഗിക പദവികളിലോ ജനപ്രതിനിധികളായി എത്തിച്ചേരാനുള്ള ഏറ്റവും കൂടുതൽ അവസരം പൊതുപ്രവർത്തകർക്ക് കിട്ടുന്നത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ്. ആ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഏതെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി വിജ്ഞാപനം ചെയ്യാനിരിക്കുന്നതിന് മുമ്പ് പാർട്ടി വിടുന്നു എന്നുള്ളത് കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ഞങ്ങൾക്ക് ഇത്തരം പദവികൾ നിലനിർത്താനോ ഒരുപാട് പുതിയ അവസരങ്ങൾ വരാൻ പോകുന്ന സന്ദർഭങ്ങളിൽ അതിലേക്ക് എത്തിച്ചേരാനോ ആണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇത്തരം ഒരു സന്ദർഭം അതിനുവേണ്ടി തിരഞ്ഞെടുക്കേണ്ടതില്ല. ഞങ്ങളുടെ മുമ്പിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക അല്ലെങ്കിൽ അതിലേക്ക് വരിക എന്നുള്ളതിനപ്പുറത്താണ് ഞങ്ങൾ കഴിഞ്ഞ 2 വർഷമായി, അതിനു മുമ്പുള്ള സ്വാഭാവികമായും എല്ലാ പാർട്ടിക്കകത്തും കുറച്ചധികം പ്രശ്നങ്ങൾ സംഘടനാപരമായിട്ടുണ്ട്. അതൊക്കെ മനുഷ്യർ അംഗങ്ങളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അത് സ്വാഭാവികമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ മുഖ്യമായും കഴിഞ്ഞ 2 വർഷമായി കടയ്ക്കൽ മണ്ഡലത്തിൽ നിലനിൽക്കുന്ന വിഷയങ്ങൾ തീർക്കാൻ പാർട്ടിയുടെ മുമ്പിൽ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട അവസരമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പാർട്ടി കോൺഗ്രസും അതിനോടനുബന്ധിച്ചിട്ടുള്ള സംഘടനാ സമ്മേളനങ്ങൾ. പാർട്ടി കോൺഗ്രസും സംഘടനാ സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട് പാർട്ടി ആകെ നവീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പാർട്ടിയുടെ സംഘടനാപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കും, ചർച്ച ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യും, കൂട്ടായ തീരുമാനങ്ങളുണ്ടാക്കും.
ജനാധിപത്യപരമായ അവസരങ്ങൾ എല്ലാ പാർട്ടി അംഗങ്ങൾക്ക് മുമ്പിൽ തുല്യതയോടുകൂടി നടപ്പിലാക്കും. പാർട്ടി സഹാക്കൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ, അത് കേൾക്കാനുമുള്ള വേദി, അങ്ങനെ വലിയ ഒരു ജനാധിപത്യത്തിന്റെ സംവിധാനമാണ് പാർട്ടി സമ്മേളനങ്ങളോടനുബന്ധിച്ച് ഉണ്ടാകുന്നത്. ആ പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള പാർട്ടി സമ്മേളനങ്ങളോട് കൂടി കടയ്ക്കൽ മണ്ഡലത്തിൽ നിലനിൽക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ പാർട്ടി നേതൃത്വം നല്ല ഒരു മുൻകൈ നടത്തും എന്ന അതിയായ പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങളോടിപ്പോൾ പല ആളുകളും ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ പ്രിയപ്പെട്ട താഴെ നിൽക്കുന്ന സഹാക്കളും ചോദിക്കുന്നുണ്ട്, ഈ സമ്മേളനങ്ങളെല്ലാം നടത്തുന്നതിന് ഈ ഇരിക്കുന്ന ഞങ്ങളെല്ലാവരും, പ്രത്യേകിച്ചും ഞാനടക്കം ഈ ഇവിടെ പങ്കെടുത്തിരിക്കുന്ന നേതാക്കന്മാരെല്ലാം തന്നെ വലിയ മുൻകൈ പ്രവർത്തനം നടത്തിയവരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ കരുത്തും ജനങ്ങളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തുവാനും എല്ലാ സംഘടനാപരമായ അച്ചടക്കവും പാലിച്ചുകൊണ്ട് പാർട്ടി സമ്മേളനങ്ങൾ വിജയകരമായി നടപ്പിലാക്കാൻ ഞങ്ങൾ അങ്ങേയറ്റം പരിശ്രമിച്ചു. ഓരോ സമ്മേളനം കഴിയുമ്പോഴും, മുകളിലോട്ടുള്ള ഘട്ടം കഴിയുമ്പോഴും, ജില്ലാ സമ്മേളനം വരെയാണ് ഞങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തീർക്കാനുള്ള അവസരങ്ങളുള്ളത്. സംസ്ഥാന സമ്മേളനം അങ്ങനെ ഒരു മണ്ഡലം കമ്മിറ്റിയുടെ പ്രശ്നത്തിന് കൂടി പരിഹാരം കാണാൻ ചേരുന്നൊരു സമ്മേളനമല്ല. ജില്ലാ സമ്മേളനം കൂടി കഴിയുമ്പോഴത്തേക്ക് കടയ്ക്കൽ മണ്ഡലവുമായി ബന്ധപ്പെട്ട സംഘടനാ വിഷയങ്ങൾ കുറച്ചുകൂടി ഗുരുതരമാകുന്ന ഒരു സാഹചര്യമാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതും പാർട്ടി സഹാക്കൾക്ക് ബോധ്യപ്പെട്ടതും. ആ സമ്മേളനങ്ങളുടെ സുപ്രധാനമായ അവസരങ്ങളെ പാർട്ടിക്കകത്തെ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി വേണ്ട വിധം ഉപയോഗിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അവിടെയെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ചില ആളുകൾ ഗൂഢാലോചന നടത്തി, അവർ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തി, പാർട്ടിയുടെ പല ഘടകങ്ങളെയും കയ്യിലാക്കുവാനും തങ്ങൾക്ക് അനുകൂലമായി സംഭാഷണം ചെയ്യുകയും തങ്ങൾക്ക് അനുകൂലമായി ചിന്തിക്കുകയും വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്യാതിരിക്കുന്ന പാർട്ടി ഘടകങ്ങളെ രൂപപ്പെടുത്തുക എന്നുള്ള രീതിയിൽ പാർട്ടിയിലെ പല നേതാക്കന്മാരും പ്രവർത്തിച്ചിട്ടുള്ളതായിട്ട് ഞങ്ങൾക്ക് കൃത്യമായ ആരോപണമുണ്ട്. ഈ കാര്യങ്ങൾ ഞങ്ങൾ പാർട്ടി ഘടകത്തെല്ലാം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ പക്ഷേ ഏതെങ്കിലും സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ, പാർട്ടി സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടപ്പോൾ അതിനെതിരെ പാർട്ടി അച്ചടക്കം ലംഘിക്കാനൊന്നും ആരും തന്നെ തയ്യാറായിട്ടില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ, സമ്മേളനങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായും പാർട്ടിയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ പൂർത്തീകരിക്കാൻ ഒരു ജനാധിപത്യ പാർട്ടിക്ക് സാധിക്കണമെന്നില്ല. അതിൽ തീർച്ചയായിട്ടും പുതിയ ആളുകൾ വരേണ്ടതുണ്ട്, നിലവിലുള്ള ആളുകൾ ഒഴിയേണ്ടതുണ്ട്. ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷേ യാഥാർത്ഥ്യങ്ങളെല്ലാം ഉള്ളപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തീകരിക്കുന്നത് നമ്മുടെ ആരുടെയെങ്കിലും ഇഷ്ടാനിഷ്ടങ്ങൾക്കല്ല ഘടകങ്ങളിലേക്ക് ആളുകൾ വരേണ്ടത്. പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരുടെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി ഘടകങ്ങൾ രൂപം കൊള്ളേണ്ടത്. ആ മെറിറ്റ് പലപ്പോഴും അതിനെ പരിഗണിക്കാത്ത ഒരു സാഹചര്യം ഇതുമായി വന്നിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം ഉള്ളപ്പോൾ തന്നെ സ്വാഭാവികമായും കടയ്ക്കൽ മണ്ഡലത്തിലെ പ്രവർത്തകർ അവർക്ക് പാർട്ടിയിൽ നീതി ഉറപ്പാക്കാൻ സമീപിക്കാൻ കഴിയുന്നത് പാർട്ടിയുടെ ഉപരി നേതൃത്വങ്ങളെയാണ്. കൊല്ലം ജില്ല പാർട്ടിയുടെ ഏറ്റവും കരുത്തുറ്റൊരു ജില്ലയാണ്. ഇവിടെ പാർട്ടിക്ക് നല്ല ശക്തമായ നേതൃത്വവും ഉള്ള ജില്ലയാണ്. ഇന്നത്തെ കൊല്ലം ജില്ലയിലെ പാർട്ടി നേതൃത്വത്തെ ഈ കാര്യങ്ങളെല്ലാം ധരിപ്പിക്കുന്നതിൽ ഞങ്ങൾ രേഖാമൂലവും ഘടകങ്ങളിൽ പറയുന്നതും ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളും ധരിപ്പിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധയിലേക്ക് കടയ്ക്കലിന്റെ പ്രശ്നങ്ങൾ കൊണ്ടുവരണം. അതിന് പലവിധ സാഹചര്യങ്ങൾ ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ മുന്നിൽ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 1.5 വർഷത്തിനിടയിൽ 20ഓളം പരാതികളും കത്തുകളും ഞങ്ങൾ തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ഗൗരവമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന വളരെ സീനിയറായ നേതാക്കളുണ്ട്. അവരുടെയും ശ്രദ്ധയിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം എന്തെങ്കിലും പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയർപ്പിച്ചാണ് ഞങ്ങൾ നിരവധി മാസങ്ങളായിട്ട് കടയ്ക്കൽ മണ്ഡലത്തിലെ ബ്രാഞ്ച് തലം വരെ പ്രവർത്തിക്കുന്ന ഈ സഖാക്കൾ പ്രതീക്ഷ അർപ്പിച്ചിരുന്നത്. ഞങ്ങളുടെ മുമ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഞങ്ങളെ എല്ലാവരെയും, ഞങ്ങളെ മാത്രമല്ല പാർട്ടിക്കകത്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന എല്ലാ സഖാക്കളെയും കഴിവിനൊത്ത് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുവാനും അവരെ അതിന് പ്രാപ്തരാക്കുവാനും അവരെ ചേർത്ത് നിർത്താനും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് കമ്മ്യൂണിസം. ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന്റെ ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ് CPI. ഇതെല്ലാമാണ് ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ
CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത്. അല്ലാതെ മാർക്സിസവും ലെനിസവും ആ തത്വശാസ്ത്രങ്ങളെല്ലാം പൂർണ്ണമായി വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് തർക്കരഹിതമായി പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു പാർട്ടി എന്നൊന്നും മനസ്സിലാക്കിയിട്ടല്ല ആരും ഇന്ന് ഈ പാർട്ടിയിലേക്കൊന്നും വരുന്നത്. പക്ഷെ ഞങ്ങളെ ചേർത്ത് നിർത്താനുള്ള ഒരുപാട് അവസരങ്ങളും സന്ദർഭങ്ങളും ഉണ്ടായിരുന്നിട്ടും ആ അവസരങ്ങളൊന്നും ഉപയോഗിക്കാതെ ഞങ്ങളെ അകറ്റി നിർത്തുവാനും ഞങ്ങൾ ധാരാളം പാർട്ടി പ്രവർത്തകരെയും സഖാക്കളെയും അവർ ഈ പാർട്ടി ഘടകങ്ങൾ വിട്ടുപോയാലും ഈ പാർട്ടിക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനെന്നില്ല എന്ന ചിന്ത ഇന്നത്തെ പാർട്ടിയുടെ ഘടകങ്ങളിലുള്ള മണ്ഡലത്തിലെയും ജില്ലയിലെയും നേതൃത്വത്തിലുള്ള നിരവധി ആളുകളെ അത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ മുമ്പിലെ എല്ലാ വഴികളും അടയ്ക്കുന്നതിന് മുൻകൈയെടുക്കുന്ന നേതാക്കന്മാരുണ്ട്. ആ വഴികൾ അടയുമ്പോഴാണ് ഒരാളുടെ ജീവിതത്തിൽ അവർക്ക് മുമ്പോട്ട് കടന്നു പോകാനുള്ള സധൈര്യം പ്രവർത്തിക്കാനുള്ള വഴികളെ ബോധപൂർവമായി അടയ്ക്കുന്ന സന്ദർഭം വന്നാൽ അവർക്ക് ആ രംഗത്ത് മുമ്പോട്ട് പോകാൻ കഴിയാത്ത പ്രതിസന്ധികൾ രൂപപ്പെടും. ഞങ്ങൾക്കും മുമ്പിലും ഞങ്ങളെ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിർത്താനുള്ള അവസരങ്ങൾ ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്തരം ഒരു സന്ദർഭത്തിലാണ് ഒരു വലിയ മാസാണ് കടക്കിൽ നിന്ന് ഇപ്പോൾ പാർട്ടി വിടാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഈ മണ്ഡലത്തിലെ 100-ലധികം വരുന്ന പാർട്ടി ബ്രാഞ്ചുകളുണ്ട്. അതിൽ 100ഓളം പാർട്ടി ബ്രാഞ്ചുകളും ലോക്കൽ കമ്മിറ്റികളും ബന്ധപ്പെട്ട ഘടകങ്ങളുടെ യോഗങ്ങൾ കൂടി സംഘടനാപരമായ ചർച്ചകൾ നടത്തി തീരുമാനങ്ങൾ കൈക്കൊണ്ട് പാർട്ടി തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ എത്രയോ മാസങ്ങളായി ആ പല ഘടകങ്ങളും അതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. പാർട്ടി പ്രവർത്തകർ ധാരാളം പേർ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലേക്ക് വരുന്നില്ല. ത്രിതല പഞ്ചായത്തിലേക്കും സഹകരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ആ സമിതികളിലെ പ്രവർത്തനങ്ങൾ അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കും. പക്ഷെ പാർട്ടി പ്രവർത്തനത്തിൽ അവർക്ക് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു. അത്തരം പ്രശ്നങ്ങൾ ഇത് വളരെ വേഗത്തിൽ രൂപപ്പെട്ടതല്ല. 2 വർഷത്തോളമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുവാനും ആ പ്രശ്നങ്ങൾ ഒന്നൊന്നായി പരിഹരിക്കാനും ഒരു നേതൃത്വത്തിന് കഴിയാതെ പോയതല്ല, കഴിയാതിരുന്നതാണ്. അവിടെ ഒരു ബോധപൂർവമായ നീക്കമുള്ളതായിട്ട് ഞങ്ങൾക്ക് സംശയമുണ്ട്. അപ്പൊ അത്ര ഗുരുതരമായ ഒരു സാഹചര്യം നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ മറ്റ് മണ്ഡലങ്ങളിലും ഈ സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളത് പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകർക്കും പൊതുസമൂഹത്തിനും അറിയാവുന്നതാണ്. ഞാനതിന്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല. ഈ പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ചാണ് വേറൊരു പാർട്ടി മണ്ഡലം കമ്മിറ്റിയിൽ ഒരു സമ്മേളനം തെരഞ്ഞെടുത്ത പാർട്ടി മണ്ഡലം കമ്മിറ്റി അംഗങ്ങളിലെ ഭൂരിപക്ഷം പേരാണ് ഇപ്പോൾ പാർട്ടി ഉപേക്ഷിച്ചു പോയത്. ഞങ്ങളുടെ മണ്ഡല സമ്മേളനങ്ങൾ കഴിഞ്ഞിട്ട് 4-5 മാസത്തിനകത്ത് മാത്രമേ ആകുന്നുള്ളൂ. കടക്കൽ മണ്ഡല സമ്മേളനം മെയ് 14, 15, 16 തീയതികളിൽ ചിതറയിലാണ് നടന്നത്. ആ ചിതറയിൽ മെയ് 14 നടന്ന സമ്മേളനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട സഹാക്കളാണ് ഇന്ന് പാർട്ടിയിൽ നിന്ന് രാജിവെക്കേണ്ടുന്ന സാഹചര്യം. ഞങ്ങൾ പാർട്ടി മണ്ഡലം കമ്മിറ്റിയോടും ഉപരിഘടകങ്ങളോടും ആവശ്യപ്പെട്ടിരുന്ന കാര്യങ്ങളോട് അനുഭാവപൂർണമായ ഞങ്ങളൊരു തീരുമാനം, ഞങ്ങളൊരു പ്രത്യേക ഒരു ഡിമാൻഡല്ല വെക്കുന്നത്. വിഷയങ്ങൾ ചർച്ച ചെയ്യണം. ചർച്ച ചെയ്ത് സഹാക്കളെ മുഴുവൻ കേൾക്കണം. ആ കേൾക്കുന്നതിൽ ശരിയുണ്ടെങ്കിൽ ആ ശരി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നടപ്പിലാവണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് കൂടുതൽ ശരി നടപ്പിലാകുന്നതിന് വേണ്ടി സംഘടനാപരമായ എന്തെങ്കിലും തെറ്റ് ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അത് ആ കൂടുതൽ ശരി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും സംഭവിച്ചിട്ടുള്ളത്. ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. തുടയന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ 6 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നു എന്ന ഒരു വാർത്ത പുറത്തു വരുന്നത് 2024 ആഗസ്റ്റ് മാസം 15-ാം തീയതിയാണ്. ആ 2024 ആഗസ്റ്റ് 15-ന് അത്തരം ഒരു വാർത്ത വരുമ്പോഴത്തേക്ക് കൊല്ലം ജില്ലയിലെയും കേരളത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട സൂപ്പർ ഗ്രേഡ് പദവിയിൽ പ്രവർത്തിക്കുന്ന, ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സഹകരണ ബാങ്കിന്റെ വിശ്വാസ്യതയാണ് അത് കളങ്കം ചാർത്തിയത്. മാത്രമല്ല, സഹകരണ മേഖലയെക്കുറിച്ച് പല മേഖലകളിൽ നിന്നും എതിരായ പ്രചരണങ്ങൾ, കുപ്രചരണങ്ങൾ നടക്കുന്ന ഒരു സന്ദർഭത്തിലാണ് 6 കോടിയുടെ തട്ടിപ്പെന്ന് പറയുന്ന വാർത്ത വരുന്നത്. ഞാൻ വളരെ അഭിമാനത്തോടുകൂടി പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, നിങ്ങളെന്ന വാർത്തയുടെ സത്യം ബാങ്കിന് വേണ്ടി പുറത്ത് ജനങ്ങളെ അറിയിച്ച മാധ്യമപ്രവർത്തകരാണ്. ഇത് 2024 തുടയന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ കേരള ഗവൺമെന്റ് സഹകരണ വകുപ്പ് ഓഡിറ്റ് വിഭാഗം തയ്യാറാക്കിയിരിക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ടാണ്.
ഈ ഓഡിറ്റ് റിപ്പോർട്ട്, ഇതുപോലെയുള്ള ഓഡിറ്റ് റിപ്പോർട്ട് കേരളത്തിലെ എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും വേണ്ടി തയ്യാറാക്കും. മുൻ വർഷങ്ങളേക്കാൾ കേരളത്തിലെ സഹകരണ മേഖലയിൽ തെറ്റായ ചില പ്രവണതകൾ കടന്നുവരുന്നു എന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് വളരെ ശക്തമായ നിരവധി നിലപാടുകൾ ഈ പ്രസ്ഥാനത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹകരണ മേഖല വീണ്ടും കേരളത്തിൽ എല്ലാ ദുഷ്പ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് കൂടുതൽ കരുത്തുറ്റൊരു പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാ പഴുതുകളും അടച്ച് അങ്ങേയറ്റം നിയമപരമായ ഓഡിറ്റ് സംവിധാനത്തിലൂടെയാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ട് ഗവൺമെന്റ് പുറപ്പെടുവിക്കുന്നത്. ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ തന്റെ അണ്ടത്തെ പ്രവർത്തനത്തിൽ മാത്രം ഉണ്ടായ ലാഭം 2,03,33,267 രൂപ എന്ന് കാണിച്ചിട്ടുണ്ട്. ഇത് തുടയന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പൊതുയോഗം അംഗീകരിക്കാൻ പോകുന്ന റിപ്പോർട്ടാണ്. അതിനു മുമ്പ് നിങ്ങളോടത് പറയുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഇതിന്റെ സുതാര്യത വർദ്ധിക്കുന്നതേ ഉള്ളൂ. അപ്പം 6 കോടിയുടെ തട്ടിപ്പ് നടന്നു എന്ന് പറയുന്ന വർഷം 2 കോടിയിലധികം രൂപയുടെ അറ്റലാഭത്തിലേക്ക് ഒരു ബാങ്ക് പോയി എന്നതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ ഓഡിറ്റ് റിപ്പോർട്ടിലും എല്ലാ സഹകരണ സംഘങ്ങളുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളിൽ അഴിമതിയോ മറ്റ് പ്രവർത്തനങ്ങളിലെ ന്യൂനതകളോ ഉണ്ടെങ്കിൽ ഗവൺമെന്റ് അത് ചൂണ്ടിക്കാണിക്കും. അത് പൊതുയോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ന്യൂനത പരിഹരിക്കുക എന്ന് പറയുന്ന സഹകരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഞങ്ങളുടെ ഓഡിറ്റ് റിപ്പോർട്ടിലും അതുപോലെ കുറച്ച് ന്യൂനതകളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഒരു ഭാഗത്തും 2024-25 സാമ്പത്തിക വർഷം തുടയന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ 6 കോടി രൂപ പോയിട്ട് 6 പൈസയുടെ സാമ്പത്തിക ക്രമക്കേടോ അല്ലെങ്കിൽ സാമ്പത്തിക കുറവോ എന്തെങ്കിലും നടന്നതായിട്ട് ഇതിനകത്ത് പരാമർശിക്കുന്നതേയില്ല. പാർട്ടിയുമായി ബന്ധപ്പെട്ട് ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ പത്രസമ്മേളനം നടത്തി വ്യക്തിപരമായിട്ടുള്ള ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ്. ജില്ലാ സമ്മേളന ദിവസം നടന്നൊരു വാർത്താ സമ്മേളനം, അതിനെക്കുറിച്ച് ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നതേയില്ല. ആ വാർത്താ സമ്മേളനത്തിൽ വന്ന കാര്യം അന്ന് പാർട്ടി ജില്ലാ കൗൺസിൽ അംഗമായ JC അനിലിനെ കുറിച്ച് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞ ഒരു ആരോപണം നിസാരമായ ഒരു ആരോപണമല്ല, ഗുരുതരമായ, ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്ത് തന്നെ സമീപകാലത്തൊന്നും കേട്ടിട്ടില്ലാത്തൊരു ആരോപണമാണ്. തന്റെ പിതാവിന്റെ ആത്മഹത്യക്ക് കാരണക്കാരൻ CPIയുടെ ഒരു നേതാവാണെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പാർട്ടി നേതൃത്വവും ഗൗരവമായി ചിന്തിക്കണ്ടേ? അത് തെറ്റാണെന്ന് പാർട്ടി നേതൃത്വത്തിന് ബോധ്യപ്പെട്ടാൽ ആ പാർട്ടി നേതൃത്വം അത് തള്ളിക്കളയണ്ടേ? അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം അതിനെക്കുറിച്ച് അന്വേഷണം നടത്തണ്ടേ? ഈ വസ്തുതകൾ പുറത്തു പറയണ്ടേ? അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഒന്നും തന്നെ വേണ്ടത്ര ഗൗരവത്തോടുകൂടി പരിഹരിക്കാനില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഞങ്ങൾ പാർട്ടി നേതൃത്വം പറഞ്ഞതനുസരിച്ചിട്ട് സ്വാഭാവികമായിട്ടും പാർട്ടിക്കകത്തൊരു വിഷയം വരുമ്പോൾ ഉപരി നേതൃത്വങ്ങൾ പറയും, നിങ്ങൾ അതെല്ലാം ക്ഷമയോടുകൂടി കേൾക്കണം, നിൽക്കണം, വെയിറ്റ് ചെയ്യണം, ഞങ്ങൾ അതെല്ലാം ചർച്ച ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെയുള്ള എല്ലാ നിർദ്ദേശങ്ങളെയും ഞങ്ങൾ പാലിച്ചിട്ടുണ്ട്. ആ പാലിച്ചതിന് ശേഷം അതിനൊന്നുമുള്ള വേണ്ടത്ര പോസിറ്റീവായ ഒരു നിലപാട് ഉണ്ടാകുന്നില്ല എന്ന് വന്ന് അവസാനത്തെ ചില യോഗങ്ങളും ഉപരി നേതൃത്വം വിളിച്ചിരുന്ന ആ യോഗങ്ങളിലും കടക്കലത്തെ സംഘടനാ പ്രശ്നങ്ങൾ തീർക്കാൻ ഇന്നത്തെ പാർട്ടി നേതൃത്വം മുൻകൈ എടുക്കുന്നില്ല എന്നുള്ളത് വന്നപ്പോഴാണ് ഞങ്ങളുടെ മുമ്പിലെ അവസാനത്തെ വഴിയും അടയുന്നത്. അതിനുശേഷം മാത്രമാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകണം എന്ന നിലയിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ, കടയ്ക്കൽ പാർട്ടി മണ്ഡല സമ്മേളനം കഴിഞ്ഞു. മണ്ഡല സമ്മേളനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയുടെ യോഗം ചേർന്നിട്ട് സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നതിന് സാധിക്കാത്തൊരു സാഹചര്യം സ്വാഭാവികമായും പാർട്ടിക്കകത്ത് എവിടെയും ഏത് പാർട്ടിയിലും അത്തരം സാഹചര്യങ്ങളുണ്ടാകും. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അതിനുശേഷവും പാർട്ടി മണ്ഡലം സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നടപടികൾ നീണ്ടുപോവുകയാണ്. മാത്രമല്ല, പാർട്ടിക്കകത്ത് ഇത്രയധികം പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ സംഘടനാപരമായ രീതികൾ പാലിക്കാതെ പാർട്ടി നേതൃത്വം തന്നെ പങ്കെടുത്തുകൊണ്ട് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർക്കെതിരെ നടപടി സ്വീകരിച്ചതെല്ലാം പത്രങ്ങൾ വഴിയാണ് സാക്കൾ അറിയുന്നത്. അതുപോലെ തന്നെ പാർട്ടിയുടെ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറിയെ
സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയിലെ ഒരു ഘടകമല്ല, എന്നാലും മണ്ഡലത്തിലെ ഒരു നേതൃ സമിതിയാണ്. ആ സമിതിയുടെ അടക്കം തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഏകപക്ഷീയമായിട്ടാണ്. അവിടെയൊക്കെയാണ് സത്യത്തിൽ കൂടിയാലോചന വേണ്ടത്. ആ കൂടിയാലോചനയ്ക്ക് ശേഷമാണ് ആ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് പുതിയ തീരുമാനങ്ങളിലേക്ക് വരേണ്ടത്. അതൊന്നും തന്നെ ഇവിടെ ഉണ്ടാകുന്നില്ല. കടയ്ക്കൽ, കുമ്മിൽ, തുടയന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ ലോക്കൽ സമ്മേളനം തെരഞ്ഞെടുത്ത സെക്രട്ടറിമാരാണ്. സുധിൻ കടയ്ക്കൽ, കുമ്മിൽ EV ജയപാലൻ, തുടയന്നൂർ ഇവിടെ ഇരിപ്പുണ്ട് AUIF മുൻ ജില്ലാ കമ്മിറ്റി അംഗമായ R രമേശ്. അവരെ പാർട്ടിയിൽ നിന്ന്, അവരുടെ ചുമതലകളിൽ നിന്ന് അവരെ ഒഴിവാക്കി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു എന്ന് അവരറിയുന്നത് പാർട്ടിയുടെ സർക്കുലർ വഴിയാണ്, അല്ലെങ്കിൽ പാർട്ടി നിർദ്ദേശം വഴിയാണ്. 2 ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, തുടയന്നൂരത്തെ ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള PG ഹരിലാൽ മുൻ മണ്ഡലം കമ്മിറ്റി അംഗമാണ്. ആൽത്തറമൂട് ലോക്കൽ കമ്മിറ്റി ആയിട്ടുള്ള പ്രസേനൻ, ഇവർ ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് അവരെ തരം താഴ്ത്തി എന്നുള്ള വാർത്ത നിങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ബന്ധപ്പെട്ട ആളുകൾ അറിയുന്നത്. പാർട്ടിക്കകത്ത് അവരോട് വിശദീകരണം ചോദിക്കണം, അവരെ കേൾക്കണം. വിശദീകരണം ചോദിക്കാതെയും സഖാക്കളെ കേൾക്കാതെയും ഉള്ള നടപടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഭരണഘടനയ്ക്ക് നിരക്കുന്നതല്ല. അതൊരു ഫാസിസ്റ്റ് രീതിയുടെ തുടക്കമാണ്. അത്രേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. അവരെ കേൾക്കുന്നില്ല. ഈ ഇരിക്കുന്ന കണ്ണങ്കോട് സുധാകരൻ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ സീനിയോറിറ്റി, ഇപ്പൊ പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരാൾക്ക് പരമാവധി 2 ഘടകത്തിൽ ഒരു അംഗമാകാം. ഇദ്ദേഹം മണ്ഡലം കമ്മിറ്റി അംഗമായതുകൊണ്ട് വേറൊരു ഘടകത്തിലുമില്ല. അങ്ങനെ ഒരാളെ ഒരു ഘടകത്തിൽ മാത്രമുള്ള ഒരാളെ ഒരു സമ്മേളന കാലത്തോ മറ്റോ ഒഴിവാക്കപ്പെട്ടാൽ അദ്ദേഹത്തിന്, ആ ആളിന് പ്രവർത്തിക്കാനായിട്ട് തൊട്ട് താഴത്തെ ഘടകം നിശ്ചയിച്ചു കൊടുക്കേണ്ടത് ഒഴിവാക്കപ്പെടുന്ന ഘടകത്തിന്റെ സംഘടനാപരമായ ഉത്തരവാദിത്തമാണ്. കഴിഞ്ഞ 5 മാസമായി കണ്ണങ്കോട് സുധാകരൻ പാർട്ടിയിലെ ബ്രാഞ്ചിലെ ഒരു അംഗമാണോ അദ്ദേഹത്തിന്റെ പ്രവർത്തന കേന്ദ്രം? അല്ല. പാർട്ടിയിലെ ചിതറ ലോക്കൽ കമ്മിറ്റിയിലേക്ക് ഘടകം നിശ്ചയിച്ചിട്ടുണ്ടോ? ഇല്ല. മണ്ഡലം കമ്മിറ്റിയിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയുമോ? ഇല്ല. അപ്പം ഒരു ഘടകത്തിലും പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പാർട്ടിയിലെ പ്രവർത്തകർക്ക് പാർട്ടി നീതി നിഷേധിക്കുന്നതാണ്. ഇവിടെ 1972 പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയായി 53 വർഷം കൊണ്ട് പ്രവർത്തിക്കുന്ന കണ്ണങ്കോട് സുധാകരന് നീതി നിഷേധിക്കപ്പെട്ടാൽ ഈ പാർട്ടിയിലെ പുതിയ തലമുറയിൽ വരുന്ന സഖാക്കൾക്ക് എവിടെയാണ് CPI നേതൃത്വം നീതി ഉറപ്പാക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഇത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ മുമ്പിലാണ് ഈ പാർട്ടിയിലെ യൂത്ത് ഫെഡറേഷനിലും വിദ്യാർത്ഥി ഫെഡറേഷനിലും ഒക്കെ ഇന്ന് പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർ നിൽക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അല്ലേ? അതെ, ഉറപ്പായി. ഇല്ല, ഹൃദയവേദനയോടുകൂടി നമ്മൾ രാജിവെക്കുന്നു. അത് പുകച്ചു ചാടിച്ചോ, ഞങ്ങളെ നീക്കിക്കളഞ്ഞോ, ഇതൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടുന്നവർ വിലയിരുത്തിക്കോട്ടെ. ഞങ്ങൾക്ക് ഭാവി തീരുമാനങ്ങളൊന്നും ഇന്ന് പറയുന്നില്ല. ഞങ്ങൾ ഈ മണ്ഡലത്തിലെ പാർട്ടിയിലെ ഒരു മാസാണല്ലോ രാജിവെക്കുന്നത്. ഇത്തരം ഒരു രാജി തന്നെ എനിക്ക് തോന്നുന്നത് CPIയുടെ കേരളത്തിലെ സമീപകാല അനുഭവങ്ങളിൽ ഒരു പ്രത്യേക സംഭവമാണ്. ബാക്കി സ്വാഭാവികമായിട്ടും എല്ലാ പാർട്ടികളിൽ നിന്നും ആളുകൾ രാജിവെക്കുന്നുണ്ട്, വേറെ പാർട്ടികളിലേക്ക് പോകുന്നത് അപ്പോഴേ പറയുന്നുണ്ട്, പറയാത്തവരും ഒക്കെ ഉണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ, എന്നാൽ ഈ മണ്ഡലത്തിലെ പകുതിയോളം വരുന്ന ബ്രാഞ്ച് സെക്രട്ടറിമാർ ഈ ഘടകങ്ങളിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ്. അപ്പം 100 കണക്കിന് ആളുകൾ ചേർന്ന് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ട് അത്തരം ഒരു തീരുമാനം കൈക്കൊള്ളുന്ന സന്ദർഭത്തിൽ വീണ്ടും നിങ്ങളെ വിളിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭാരവാഹികൾ എന്ന് പറഞ്ഞ അങ്ങനെ ആരുമില്ല. സെക്രട്ടറിയും ഒരു അസിസ്റ്റന്റ് സെക്രട്ടറിയേ ഉള്ളൂ. മണ്ഡലം കമ്മിറ്റി അംഗങ്ങളിലാണ് ഞങ്ങൾ 10 പേർ രാജിവെക്കുന്നത്. മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ. അതെ, നല്ല രീതിയിലുള്ള ചർച്ചയും മറ്റു കാര്യങ്ങളൊക്കെ നടന്നു നമ്മൾ അറിയുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനൊരു തീരുമാനവും ആയിട്ടില്ല. ഇല്ല, അതിന്റെ അതെ പ്രതാപ സാഹിബ് ഇപ്പൊ പറഞ്ഞതാണ് അതിന്റെ കാര്യം. ചർച്ച അവിടെ നിൽക്കട്ടെ, ഞങ്ങളെ ആരെങ്കിലും വിളിക്കണ്ടേ?
ഓഫ് ചെയ്തോ